1945 സെപ്റ്റംബർ 10 ലോയ്ഡ് സോൾസേൻ എന്നയാളുടെ ഫാമിൽ 40 കോഴികളുടെ തല കട്ട് ചെയ്തു. പക്ഷേ അദ്ദേഹത്തെ അതിശയിപ്പിച്ചുകൊണ്ട് അതിലൊരു കോഴി എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. അത് കൂവാൻ ശ്രമിച്ചപ്പോൾ വായിൽ വെള്ളം കൊള്ളുന്ന പോലെ ഒരു ശബ്ദമാണ് കേട്ടത്. ലോയ്ഡ്സ് അതിനെ രക്ഷിക്കാൻ ശ്രമിച്ചു. ഒരു ഡ്രോപ്പർ വെച്ച് വെള്ളവും ചെറിയ രീതിയിൽ ഭക്ഷണവും നൽകി അതിനെ വളർത്തി. ഭക്ഷണവും അവശിഷ്ടവും കഴുത്തിനകത്ത് അടിഞ്ഞുകൂടാതിരിക്കാൻ സിറിച്ചുകൊണ്ട് വൃത്തിയാക്കി. അവന് മൈക്ക് എന്ന് പേരിട്ടു. ഇതിനിടയിൽ ടൈം, ലൈഫ് എന്നീ മാഗസീൻസിൽ മൈക്കിൻ്റെ വാർത്ത വന്നു. മൈക്കിന് ഒരു കാർണിവൽ സംഘം അമേരിക്ക മുഴുവൻ കൊണ്ടുനടന്നു. ഇന്നത്തെ കണക്കിൽ ദിവസേന $50,000 ലോയ്ഡ്സിന് മൈക്ക് ഉണ്ടാക്കിക്കൊടുത്തു. എങ്ങനെയാണ് മൈക്കിൻ്റെ തല പോയിട്ടും അവൻ ജീവിച്ചിരിക്കുന്നത്? ലോയ്ഡ്സിൻ്റെ വെട്ട് തന്നെയാണ് കാരണം. എങ്ങനെയെന്നാൽ ആ വെട്ടിൽ തലയിലേക്കുള്ള ജാഗുലാർ വെയിൻ മുറിഞ്ഞിരുന്നില്ല. തലയുടെ ഭൂരിഭാഗവും മുറിഞ്ഞുപോയി എങ്കിലും ഒരു ചെവിയും തലച്ചോറിൻ്റെ ഒരു ഭാഗവും അപ്പോഴും ഞരമ്പുമായി ബന്ധപ്പെട്ടിരുന്നു. അങ്ങനെ ഹൃദയമെടുപ്പും ശ്വാസോച്ഛ്വാസവും തടസ്സപ്പെട്ടില്ല. പക്ഷേ അപ്പോഴും ഒരു പ്രശ്നമുണ്ടായിരുന്നു. തലയില്ലാത്ത കോഴി എങ്ങനെ ഇത്ര കൃത്യമായി നടക്കുന്നു? ചെവിയുടെ അകത്തുള്ള വെസ്റ്റിബുലാർ സിസ്റ്റമാണ് നടക്കുമ്പോഴും നിൽക്കുമ്പോഴും ശരീരത്തിനെ ബാലൻസ് ചെയ്യിക്കുന്നത്. അപ്പോൾ തലയില്ലാത്ത മൈക്ക് എങ്ങനെ നടക്കും? പക്ഷികൾക്കൊരു സെക്കൻഡറി സിസ്റ്റം കൂടെ അരക്കെട്ടിലുണ്ട്. അതിനാൽ മൈക്ക് അതിജീവിച്ചു. അരിസോണയിലെ ഫീനിക്സിൽ വെച്ച് ഒരു പരിപാടി കഴിഞ്ഞ് വന്ന് ഒരു ചോളത്തിൻ്റെ മണി തൊണ്ടയിൽ കുടുങ്ങി അവൻ മരിച്ചു. ആ സമയത്ത് അവനെ രക്ഷിക്കാൻ ഫില്ലറോ സിറിഞ്ചോ അവരുടെ കയ്യിൽ ഇല്ലായിരുന്നു. 1947 മൈക്ക് വിടവാങ്ങി. അവിടെ അവൻ്റെ ഓർമ്മയ്ക്കായി ഒരു പ്രതിമ സ്ഥാപിച്ചു. എല്ലാ വർഷവും മൈക്ക് ദ ഹെഡ്ലെസ് ചിക്കൻ ഡേ അവർ ആഘോഷിക്കുന്നു.